ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിന്റെ ക്യാഷ്യർ ഫുൾ അതന്നെ ക്യാഷ് ഡിസ്ട്രിബ്യൂട്ടർ എല്ലാം ഇരിക്കുന്നതാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സേ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ അല്ലേ. ലിജി സെറ്ററൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുവാണ്. എന്താണ് പരിപാടി വെച്ചാൽ നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഒരു റീ എൻട്രിക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ്. വർഷങ്ങൾക്ക് ശേഷം അത് സംഭവിക്കാൻ പോകുന്ന ദിവസമാണ്. 2 വർഷമായുള്ളൂ വീട്ടിൽ പോയിട്ട്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ലിജി വീട്ടിൽ അവിടെ നമ്മൾ ഇടുക്കിയിലല്ലേ ലിജി ക്രിസ്മസ് ആഘോഷിക്കാൻ പോവാണ് അല്ലേ. അതുകൊണ്ട് ലിജി ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയാണെന്ന് വെച്ചാൽ ഹാപ്പി മൂഡാണ്. 7 വർഷമോ വീട്ടിലെ ക്രിസ്മസ് ആവശ്യമായിട്ട് പോകുന്ന വഴിക്ക് നമുക്ക് വീട്ടിലെ ക്രിസ്മസിന്റെ കാര്യമൊക്കെ ക്രിസ്മസിന്റെ അന്നത്തെ ദിവസം കാര്യങ്ങളൊക്കെ ലിജി വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അങ്ങ് ആരൊക്കെയാ പോണെന്നുള്ളത് പറയല്ലേ. ലിജി ഫുള്ള് ഹാപ്പിയാണ്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇടുക്കി വീഡിയോ ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്തു. ഒരുപാട് സന്തോഷം. അപ്പം ഒരുപാട് പേര് പോകുന്ന വഴിക്കൊക്കെ പറയണേന്ന് പറഞ്ഞു. അപ്പം ആരോടൊക്കെ പറയുമെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് ആരോടും പറയാണ്ട് പോവാണ്. ഒരുപാട് പേരെ എന്താ പറയുക ഒരുപാട് പേരെ കണ്ടിട്ട് പോകണമെന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പം ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം തീരുമാനിക്കും ഏത് റൂട്ടിൽ പോകണം. 2 റൂട്ടാണ്. ഒന്ന് കട്ടപ്പന വഴി പോകാം, ഒന്ന് പാല വഴി പോകാം, പിന്നെ ഒന്ന് കോട്ടയം ടൗൺ വഴി കയറിയിട്ട് മൂവാറ്റുപുഴ പോകുന്ന വഴിക്ക് പോകാം, തൊടുപുഴ വഴി പോകുന്ന വഴിക്ക് പോകാം, പിന്നെ കട്ടപ്പന വഴി 3 വഴി ഉണ്ട് കേട്ടോ. ഞാൻ കോട്ടയം വഴി മൂവാറ്റുപുഴ വഴി ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്. കാരണം ഞങ്ങൾക്ക് കോട്ടയത്തൊരു ഷോപ്പിലൊന്ന് കയറേണ്ട ആവശ്യമുണ്ട് ഇല്ല ലിജി. അപ്പം അതാണ് കാര്യം. അപ്പോൾ ലിജി രാവിലെ സെറ്റായിട്ടിരിക്കുക. ഞങ്ങളുടെ കൂടെ വാവ ഉണ്ടായിരുന്നു. വാവയും കണ്ണപ്പനും ദേവനും ഉണ്ട് ഞങ്ങളുടെ കൂടെ. അവർ 3 പേരും കൂടെ ട്രെയിനാണ് വരുന്നത്. നമ്മുടെ വണ്ടിക്കകത്ത് എല്ലാവർക്കും കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് അവർ ട്രെയിനിൽ വരും അല്ലേ ജി. അപ്പോൾ ദേ വേറൊരാളെ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ദേ നമ്മുടെ ശ്രീകുട്ടത്തെ വണ്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ വണ്ടി ഫുൾ അല്ലേ ഫുൾ ശ്രീകുട്ടൻ ഫുൾ സെറ്റാണ് കേട്ടോ. പോകുന്നത് പ്രമാണിച്ച് അവരമ്മ അതേ പുതിയ പാൻറ്റും ഷർട്ടും വാച്ച് സെറ്റപ്പ് ഫുൾ സെറ്റപ്പിലാണ് ശ്രീകുട്ടൻ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടി അത്യാവശ്യം ക്ലീനൊക്കെ ആക്കി. പിന്നെ വലിയ ദൂര യാത്രയുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റെഡി ആക്കിയിട്ടുണ്ട് വണ്ടിയുടെ അല്ലേ അല്ലേ ജി. നമ്മുടെ സാരഥിയാണ് കേട്ടോ. നമ്മളൊരു 4 വർഷമായിട്ട് ഇങ്ങനെ നമ്മളെന്ന് പറയാൻ പറഞ്ഞാൽ ലിജിയുടെ ഓരോ പ്രോഗ്രസ്സിലും നമ്മുടെ കൂടെ ഒപ്പമുള്ള ഒരു ചങ്കാണ് നമ്മുടെ വണ്ടി അല്ലേ. വണ്ടി ആ ഒരു വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മളതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളിങ്ങനെ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അവരും നമ്മളെ നല്ല രീതിയിൽ എങ്ങും കടത്താതൊക്കെ കൊണ്ടുപോകും. ഇടയ്ക്ക് 2 വട്ടമൊക്കെ ഡീസലൊക്കെ തീർന്ന് കിടക്കാറുണ്ട് അല്ലേ. അല്ലാതെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ചെയ്ത് അവനും നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ പുൽക്കൂടൊക്കെ ഒന്ന് അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ ഇല്ലാത്തപ്പം. പിന്നെ നമ്മൾ കുറച്ച് ലൈറ്റും കാര്യങ്ങളെല്ലാം വീട്ടിലോട്ട് കൊണ്ടുപോയി ഇടുക്കിക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ലൈറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടില്ലേ. അമ്മച്ചി മാത്രമുള്ളതായിട്ട് പുൽക്കൂടും അങ്ങനെ സെറ്റപ്പൊന്നും അവിടെ ഇല്ല. അപ്പോൾ അതേ അച്ഛനുണ്ട്. അച്ഛൻ ഫുൾ ചേഞ്ചിലാട്ടോ. ഫുൾ ഇച്ചിരി എന്താ പറയുക ഫുൾ സെറ്റപ്പായിട്ടുണ്ട് അച്ഛൻ. ഇല്ലാ സീക്കൂട്ടാ ചാർജർ എടുത്തില്ലേ? എടുത്തോ അച്ചാച്ചനോ? അച്ഛൻ ചാർജർ എടുത്ത് ഗുളിക എടുത്ത്. അച്ഛന് മൊബൈൽ കണ്ട് പറ്റത്തില്ല കേട്ടോ. പണ്ട് ഫോണേ ഉപയോഗിക്കാത്ത മനസ്സിലായത്. ഫോൺ മേടിച്ച് ഇപ്പോൾ ഫുൾ ടൈം ഫോണിലാണ് അച്ഛൻ. അപ്പോൾ അമ്മ എടുത്തിട്ടുണ്ട്. അമ്മ ഇറങ്ങിയിട്ട് അമ്മയുടെ വീട്ടിൽ എന്തായിരിക്കും ഇനി വരുന്ന വീഡിയോകളൊക്കെ ഇടുക്കിയിലെ എന്താ പറയുക വിഭവങ്ങളൊക്കെ ആയിരിക്കുമോ? വെറൈറ്റി വിഭവങ്ങളൊക്കെ ആയിരിക്കും അമ്മയുടെ ചാനൽ കേട്ടോ. അമ്മയുടെ ചാനലിൽ കൂടുതൽ പേരും ഫിഷിംഗ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമ്മയുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മൾ വീഡിയോ ഇടാതിരിക്കുമ്പോഴും അമ്മയുടെ വീട്ടിൽ കമൻറ്റ് ചെയ്യാറുണ്ട്, എന്നോട് വീഡിയോ ചെയ്യാനൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ജോലി തിരക്കെ ഇപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്കിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ അധികം ഞാൻ പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല. നമ്മൾ ലിജി കൊച്ചിനെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് നമ്മളിത് യാത്ര ചെയ്തിരിക്കുകയാണ്. അവർക്കുള്ള ട്രെയിൻ അവർക്കുള്ള ട്രെയിൻ തടാ പോണേ. അവർ 3 പേരുണ്ടോ, വാവ കണ്ണപ്പൻ ദേവൻ അല്ലേ. അപ്പോൾ നമുക്ക് പോയാലോ? ഹാപ്പി അല്ലേ വീട്ടിൽ പോകണല്ലേ? ഭയങ്കര സന്തോഷത്തിലല്ലേ? ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വീൽ ചെയറിലൊക്കെ ആയതുകൊണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും അങ്ങനെ ഓടിപ്പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞങ്ങൾ ബസ്സിലൊക്കെ പോകാൻ പറ്റുന്ന ആൾക്കാരായിരുന്നെങ്കിൽ ഞങ്ങൾ മാസത്തിലൊക്കെ ഒന്ന് അല്ലേ ഇടുക്കിയിലൊക്കെ പോകാൻ. എനിക്ക് ഭയങ്കര വൈബാണ് കേട്ടോ. 3 പ്രാവശ്യമെങ്കിലും പോയാനല്ലേ വർഷത്തിൽ. അതൊന്നുമല്ല, എനിക്ക് ഭയങ്കര വൈബാട്ടോ. ഇടുക്കിയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാനെന്തായാലും പോയാനെ. ഇറങ്ങിയോ? ഇനിയൊന്നും എടുക്കാനില്ലല്ലോ. ചോറെടുക്കണം. അപ്പം നമ്മൾ ചോറൊക്കെ കെട്ടിയിട്ടാണ് പോകണം. അപ്പോൾ എവിടെ പോയാലും നമ്മൾ ചോറൊക്കെ കെട്ടി പോയിട്ടില്ല. ഒന്നുമല്ല, ഇത്രയും പേർ കൂടെ ഹോട്ടലിലേക്ക് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലൊരു പൈസയാവും. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാറ്റി വെക്കാം. അത് കേട്ടോ. അപ്പോൾ ബാഗ് എടുത്ത് വെച്ചോ, കയറാം നമുക്ക്. കയറിക്കോ.
ഓക്കെ ഞാൻ എടുത്തു ചോദിക്കട്ടെ. ഓക്കെ ഹലോ ഫ്രണ്ട്സ്, ഇതേ ഞങ്ങളിതേ വണ്ടിയിൽ കയറി കേട്ടോ. അച്ഛനോടെ കയറി ഇത് പിന്നെ കഥ പൂട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ വീട്ടിനോട് ബൈ പറഞ്ഞിറങ്ങുക. ഇനി ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ വരിക കേട്ടോ. അപ്പോൾ ബൈ. അപ്പം അമ്മ അവസാനമായിട്ട പണികളിലാണ് കേട്ടോ. കഴിയുന്നില്ല, ജോലികൾ കഴിയുന്നില്ല വീട്ടിൽ. അവസാനമായിട്ട പണികളിലാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി വണ്ടി കയറി യാത്ര ചെയ്ത് ഓക്കെ ഗൈസ്. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം. അടയ്ക്കാം അമ്മ, അടയ്ക്കും. അടച്ചാമ. ഇത് നല്ല തണുപ്പ്. ഭഗവാനെ വിളിച്ചാൽ കയറുന്നുണ്ട്. ആയിട്ടാ കയറി സമയം കണ്ടു. അമ്മ ദേ ഗേറ്റ് അടയ്ക്കുന്ന കേട്ടോ. ഞങ്ങളുടെ ഗേറ്റ് അടച്ചു. നമ്മുടെ വീട് നമ്മൾ കോട്ടയം വഴിയാണ് കേട്ടോ പോകുന്നത്. കോട്ടയം ചെന്നിട്ട് വേണം പോകാൻ. കോട്ടയത്തൊരു ഷോപ്പിൽ കയറാനുണ്ട്. അപ്പോൾ അതുവഴി കയറിയിട്ട് പോകാനാണ് പ്ലാൻ. ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിൻ്റെ ക്യാഷ്യർ ഫുൾ അതന്നെ ക്യാഷ് ഡിസ്ട്രിബ്യൂട്ടർ എല്ലാം ഇരിക്കുന്നതാണ് കേട്ടോ. എണ്ണ അടിക്കാൻ കയറുവാണ്. പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് എണ്ണ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ 2500 രൂപയുടെ ഡീസൽ അടിച്ചിട്ടാണ് പോകണത് കേട്ടോ. 200 കിലോമീറ്ററാണ്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് അടിക്കാം. 200 നോക്കിക്കാം. അമ്മ അത് മേടിച്ച് എണ്ണിക്കമ്മ. 2500. കണക്കൊന്നും അവിടെ തെറ്റത്തില്ല. ആർക്ക് ബാങ്ക് മാനേജർമാർക്ക് തെറ്റിയാൽ പോലും ഇരിക്കുന്ന മാനേജർക്ക് തെറ്റത്തില്ല കേട്ടോ. പൈസയുടെ കാര്യത്തിലൊന്നും. പോക്കറ്റിൽ വെച്ചേക്കോ. അതെ ഇവിടെ കാണിച്ച 6 കാണിച്ചേ. 500 കുറവാണോ? ചുമ്മാ പറ്റിച്ച. അതൊന്നും പറ്റിച്ച് നടക്കൂല. പറ്റിക്കലും നടക്കൂല. ഇവിടെ ഇപ്പം എണ്ണയുടെ വിലയെന്ന് പറഞ്ഞാൽ 95 രൂപ കേട്ടോ. നമ്മുടെ ഇവിടുത്തെ റേറ്റ്, കൊല്ലത്തെ റേറ്റ്. അപ്പോൾ നമുക്കുള്ള എണ്ണ കയറിക്കൊണ്ടിരിക്കുക. 820 രൂപയ്ക്കായി കേട്ടോ. ഇവിടെ നല്ല ഗ്ലാസ് കൂടെ കാണുന്നുണ്ട്. ഇവിടെയുള്ള എണ്ണ അടിച്ചാൽ 2 ബോട്ടിൽ വെള്ളമൊക്കെ ഫ്രീ കിട്ടും കേട്ടോ. കൂടുതൽ എണ്ണ അടിച്ചാൽ വെള്ളം മേടിക്കണ്ട. തരുന്നതാണ്, എല്ലാ പ്രാവശ്യം തരുന്നതാണ്. ഇപ്രാവശ്യം തരുമായിരിക്കും. ചോദിക്കാം. താങ്ക് യു. വെള്ളമാവട്ടെ അല്ലേ? 10 രൂപ വെള്ളം തന്നെ. എന്നാലും പോട്ടെ. അവകാശം. അപ്പോൾ നമ്മൾ എന്തായാലും നേരത്തെ യാത്ര ഇരിക്കുകയാണ്. ഓക്കെ. അവിടെ കുട്ടപ്പന് വെള്ളം അത്യാവശ്യം ആഹാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള ആഹാരം കിട്ടാത്ത അല്ലേ? കാപ്പി ഞങ്ങൾ പുറത്താണ് കുടിക്കുന്നത്. കഴിച്ചോ? ഓ, ഇന്നലത്തെ ഒരു പാല് കുടിച്ചില്ല ചേട്ടോ. എണ്ണപ്പന് ദേവന് മേടിച്ചു കൊടുത്തായി. അങ്ങനെ കുറച്ച് നേരത്തെ തന്നെ രാവിലെ എഴുന്നേറ്റതുകൊണ്ടേ രാവിലെ തന്നെ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ അങ്ങോട്ട് പോകണ വഴിക്ക് ആനേടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ. നമ്മൾ ഇന്നത്തെ യാത്ര വന്നിട്ട് കോട്ടയം മൂവാറ്റുപുഴ വഴി പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടുന്ന് ഭരണിക്കാവുന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് ചക്കൊള്ളി, അങ്ങനെ മാവേലിക്കര വഴി, ചെങ്ങന്നൂർ വഴി, ചങ്ങനാശ്ശേരി വഴി കോട്ടയം, അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ആനേടി പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ കാപ്പി പിടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കട, തട്ടുകട പോലത്തെ ഒരു കട കേട്ടോ. അപ്പോൾ അവിടെ തന്നെ അങ്ങനെ ഒരു കടയിൽ നിന്ന് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ ആകുമ്പോൾ എന്തെങ്കിലും ദോശയോ അങ്ങനെ എന്തെങ്കിലും അപ്പമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ലിജി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. വീൽചെയറൊക്കെ ഞങ്ങൾ അകത്ത് ഫുൾ സേഫായിട്ട് വെച്ചേക്കുക. അപ്പോൾ ഞാനും ലിജി വണ്ടിയിൽ നിന്ന് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അതേ ചേട്ടനോട് ഫുഡ് എന്താണെന്ന് വെച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഫ്രഷായിട്ട് പൊറോട്ട ഉണ്ട്. ഞങ്ങൾ പൊതുവേ വീട്ടിൽ പൊറോട്ട അങ്ങനെ മേടിച്ച് കഴിക്കാറില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ആ ചേട്ടൻ പൊറോട്ട അടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓരോ പൊറോട്ട വെച്ച് കഴിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടേ ഇപ്പം നമ്മൾ ചെങ്ങന്നൂരെത്തി. പമ്പയാറിന് കുറുകെ ഉള്ളൊരു പാലത്തിലട്ടോ. നല്ല ബ്ലോക്കാണ്. സമയം ഏകദേശം 10:30 ആകുന്നു. നമുക്കിനി ഇവിടുന്ന് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ അടുത്ത് കോട്ടയുണ്ട് കേട്ടോ. വാവയും കണ്ണപ്പനും ദേവനൊക്കെ കോട്ടയത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നേ ഉള്ളൂ. അപ്പം നല്ല റോഡാണ്. ഇനി നല്ല റോഡാണ് കേട്ടോ. വളവും തിരിവൊക്കെ കുറവാണ്. പിന്നെ അത്യാവശ്യം നല്ല റോഡും കാര്യങ്ങളായിട്ട് പെട്ടെന്ന് പോവാം. എന്താ ലിജി? അവരാദ്യത്തും അതല്ലേ. നല്ല അടിപൊളി വെള്ളം കേട്ടോ. നല്ല
നല്ല തെളിഞ്ഞ കണ്ണീര് പോലെ കിടക്കുന്നു പമ്പേറ്റിലെ വെള്ളം. ആ പമ്പേറ്റില് ഞാൻ റാന്നിയില് കെയറിന്റെ വീട്ടിൽ പോകുമ്പോൾ കുളിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇങ്ങനെ പോകട്ടോ. മുന്നേ കോട്ടയത്ത് എന്നിട്ട് വേണം നമുക്ക് അവിടെ കടയിൽ കയറാനുള്ളത്. അടുത്ത ജില്ലയിലേക്ക് കിടന്നിട്ട് അപ്പം നമ്മളെ മൂന്നാമത്തെ കൊല്ലം പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം നമ്മൾ മൂന്നാമത്തെ ജില്ലയിലേക്ക് കടന്നു കേട്ടോ. നമ്മളെ കോട്ടയം ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മൾ പറഞ്ഞ ഷോപ്പിൽ കയറണം. നമുക്ക് സാധനം വാങ്ങിക്കേണ്ടത് അത് വാങ്ങിക്കണം. അങ്ങനെ കോട്ടയത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അക്ഷര നഗരിയാണ് കേട്ടോ. അക്ഷര നഗരി എന്തോ കോട്ടര അക്ഷര നഗരിയിലേക്ക് സ്വാഗതം എന്ന് തിരിച്ച് പറഞ്ഞ കേട്ടോ. പിന്നെ ഈ ഒരു നിർമ്മിതി എന്തോ ഒരു വലിയ മേളിക്കൂടെ ഒരു ഓവർ ബ്രിഡ്ജ് പണിയാൻ വേണ്ടിയിട്ടേ പണ്ട് തുടങ്ങിയതാ. പക്ഷെ അത് എങ്ങും എത്താതെ പോയി. മെട്രോ എന്നല്ല, കോട്ടയത്ത് മെട്രോ ഇല്ലല്ലോ. അതെ അതെ, അങ്ങനെ പൊളിച്ചു മാറ്റാനും പറ്റത്തില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കും. അത് കാക്കയ്ക്കും പ്രാവിനും ഒക്കെ കൂടായി. ഭയങ്കര ബ്ലോക്ക് കേട്ടോ. ഭയങ്കരമായ ബ്ലോക്ക്. ഞങ്ങൾ മണിക്കൂറുകളായിട്ട് ബ്ലോക്കിൽ കിടക്കുക. ഏകദേശം 1.5 മണിക്കൂറായിട്ട് ബ്ലോക്കിലാണ്. അമ്മ കോട്ടയം വന്നിട്ടുണ്ടോ? അമ്മ കോട്ടയം ആദ്യമായിട്ട് വരും കേട്ടോ. അച്ഛന് ഉറക്കമാണ്. അച്ഛന് സ്ത്രീക്കൂട്ടം ഉറക്കമാണ്. ഞങ്ങൾ 3 പേരുള്ള ഉണർന്നിരിക്കുന്നത്. ഞാനും ലജി വാവയും ടീമും ഒക്കെ അങ്ങ് ബസ് കിട്ടി പോയിട്ടുണ്ട്. ഒരു മൂന്നാർക്ക് പോയിട്ടുണ്ട്. 3 ബസ് കിട്ടിയവർ പോകും കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ കോട്ടയം എത്തിയിട്ടോ. കോട്ടയത്ത് നമ്മുടെ ടൗണിൽ സെൻറ്ററിൽ തന്നെ എത്തിയിട്ടോ. അപ്പോൾ അതേ ലിജി കൊച്ചിനെ കുറച്ച് നേരം കാലൊക്കെ ഒന്ന് പുറത്തോട്ടിട്ടിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെയൊന്ന് ഇരുത്തിയേട്ടോ. അച്ഛനെ ഉറക്കമാണ്. ഞാൻ ചായ കുടിച്ചിട്ടിരിക്കാം. അതാ ബേക്കറിയാ? ഇവിടെ ബേക്കറിയാ? അവിടെ ചായ കുടിച്ചിട്ടിരിക്കട്ടെ. ലിജിക്ക് വേണം ചായ കുടിക്കുക. വാട്സ് കിട്ടാം പോയിട്ടാ. അപ്പോൾ നമ്മൾ വന്നത് ക്യാമറ സ്കാൻ എന്ന് പറഞ്ഞൊരു കടയിൽ കേട്ടോ. അവിടെ നമ്മുടെ ഞാൻ വർക്കിന് പോകുമ്പോൾ അവിടുത്തെ മൈക്കിന് കംപ്ലൈൻറ്റ്. അതുകൊണ്ട് ഇവിടുന്ന് ഒരു മൈക്ക് എടുക്കാനായിട്ട് നമ്മുടെ ആശാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഒരു മൈക്ക് എടുക്കാൻ കയറുക. ഇതിനു വേണ്ടി മാത്രം നമ്മൾ ഇതുവഴി വന്നേട്ടോ. ഇത് ഭയങ്കര ദുഷ്കരമായൊരു വഴിയാണ് വന്നത്. വെച്ചാൽ കോട്ടയം വഴി വരിക വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എന്നുവെച്ചാൽ നല്ല ഇതാണ്, എന്താ പറയുക, നല്ല ബ്ലോക്ക്. വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കുടിഞ്ഞ ബ്ലോക്കാണ്. അപ്പോൾ ഇത് കോട്ടയത്തിൻ്റെ ഒരു ആകാശ കാഴ്ചയൊന്നുമല്ല. അപ്പോൾ ഞാൻ ക്യാമറ സ്കാനിലൊക്കെ കയറിയിട്ട് പിന്നെ കാണാം കേട്ടോ. അങ്ങനെ നമ്മളിത് ഏറ്റുമാനൂർ എത്തി കേട്ടോ. ഏറ്റുമാനൂർ കൊള്ളാം കേട്ടോ. ഏറ്റുമാനൂർ റൗണ്ടാണ് കേട്ടോ. എൻ്റെ ഏറ്റുമാനൂർ കോട്ടയം അക്ഷര നഗരിയായിട്ടാണ് തോന്നുന്നു. ഒരുപാട് അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വഴി എറണാകുളം വൈക്കം ആ റൂട്ടാണ് കേട്ടോ. നമുക്ക് പോകേണ്ടതായി കാണുന്ന മൂവാറ്റുപുഴ റോഡിലേക്കാണ്. അപ്പോൾ അടിപൊളിയാട്ടോ. ഏറ്റുമാനൂർ സംഭവം അടിപൊളിയാണ് കേട്ടോ. നമ്മളെ ഏറ്റവും അടുത്ത ചങ്ക് ഫ്രണ്ടിൻ്റെ സ്ഥലമാണ് ഏറ്റുമാനൂർ. അപ്പോൾ അവനാനിപ്പോൾ വിളിച്ചേട്ടോ. അപ്പോൾ അവന് ഇറച്ചിയൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങിയേക്കോ. നാളെ ക്രിസ്മസ് അല്ലേ നിതീഷിൻ്റെ? അവനെ വിളിച്ചേ. അപ്പോൾ നമുക്കിനി പോകേണ്ട 42 കിലോമീറ്റർ. മൂവാറ്റുപുഴയ്ക്ക് 42 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. മൂവാറ്റുപുഴ ചെന്നിട്ട് വേണം നമ്മുടെ അടുത്ത ട്വിസ്റ്റ്. അതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനായിട്ട് സ്ഥലത്തോടെ നിർത്താം കേട്ടോ. ശരിക്കും വിശപ്പൊന്നും ആയിട്ടില്ല. പക്ഷേ എന്നാലും എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ട. എപ്പോഴും ഇങ്ങനെ വണ്ടി ഡ്രൈവ് കൊണ്ട് സുഖമില്ല. അതുകൊണ്ട് ഒരു ചേഞ്ചിന് ഫുഡ് കഴിക്കാം അല്ലേ. പിന്നെ വണ്ടിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടും. ഞങ്ങളതിൻ്റെ ഇടയ്ക്ക് കേക്ക് മേടിക്കാനൊക്കെ ഇറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫയർ വർക്ക്സ് മേടിച്ചിട്ടുണ്ട്, പടക്കങ്ങൾ. ഈ റൂട്ട് നല്ല നൈസ് റൂട്ടാണ് കേട്ടോ. വണ്ടി ഓടിക്കാൻ നല്ല സുഖമുണ്ട്. ഈ ഏറ്റുമാനൂർ കേട്ടോ. നമ്മൾ ഏറ്റുമാനൂർ കഴിഞ്ഞപ്പോഴാണ് ഈ റോഡ് അടിപൊളി വെച്ചാൽ സുന്ദര. ഇവിടെ നിർത്താറില്ലേ വാ? പക്ഷെ അവിടെ ഇനി നിർത്താൻ പറ്റത്തില്ല. അതല്ല വണ്ടി ഇറങ്ങി ചരിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ അത് കഴിക്കുകയാണെങ്കിൽ പാടാം. അങ്ങനെ ഞങ്ങളിത് ഈ യാത്രയുടെ പകുതിയോളം എത്തി കേട്ടോ. ഇപ്പം ഞങ്ങളുള്ളത് കോഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോഴ അടിപൊളി സ്ഥലം കേട്ടോ. ഇത് നമ്മൾ ഈ സൈൻ ബോർഡിൻ്റെ അവിടെ തന്നെ വന്നു നിന്ന്, നെയിം ബോർഡിൻ്റെ അവിടെ തന്നെ വന്നു നിന്ന്. പിന്നെ ഞാൻ ഇവിടെ നിർത്താൻ കാര്യത്തിൽ ഈ ഒരു വീട് ഉണ്ട് കേട്ടോ. ഈ വയലിൻ്റെ നടുക്കൂടെ ഒരു വഴി, ഇത് അവിടെ ഒരു വീട് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയ. പിന്നെ നമ്മുടെ നാട്ടിൽ പാടോ അങ്ങനത്തെ ഉള്ള കൃഷി നടക്കുന്ന സ്ഥലങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്തരം കാഴ്ചകൾ നമുക്ക് ഭയങ്കര കൗതുകം ഉണ്ടോ.
കൊയ്ത്ത് കഴിഞ്ഞൊരു പാടമാണ്. പിന്നെ ഇത് കൊയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന അപ്പുറത്തൊരു പാടം. പിന്നെ അവിടെയൊക്കെ റബ്ബർ അങ്ങനത്തെ സാധനങ്ങളാട്ടോ. പണ്ട് കാലത്ത് ഞങ്ങൾ അവിടെയൊക്കെ അമ്മ വീട്ടിൽ പോകുമ്പോഴൊക്കെ കാണാമായിരുന്നു ഇങ്ങനത്തെ സാധനം കേട്ടോ. അപ്പോൾ ലിജിക്ക് ഞാൻ വീണ്ടും ഫ്രണ്ട് എടുത്തിരുത്തി. എലിയെ കണ്ടിട്ട് പേടിച്ചിട്ടാണ് കേട്ടോ ലിജി പോയത്. അപ്പോൾ അത് അച്ഛൻ ചോറ് കഴിക്കാൻ വേണ്ടി അവിടെ നിന്നൊരു കസേര വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചേച്ചി ഒരു നാരങ്ങയും ജ്യൂസും അങ്ങനത്തെ സാധനങ്ങൾ, ഫ്രഷ് ജ്യൂസ് അങ്ങനെ സാധനങ്ങളൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോവാം. അപ്പോൾ യാത്രയിൽ ഇത്തരം ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ അതൊരു രസമുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പം ഞങ്ങളെ പുതിയ ഇവിടെ ഇല്ലേ? നിങ്ങൾ കഴിക്കേ, അമ്മ സീട്ടുകൊണ്ടോ കഴിക്കേ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് കോഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പോവാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കഴിക്കാൻ കൊണ്ട് താല്പര്യം, കാരണം ഭയങ്കര പൊടി കേട്ടോ, വണ്ടിയൊക്കെ ഓടുന്നതിൻ്റെ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ലിജി കൂടെ ഒരു പൊതിയിൽ കഴിക്കാം കേട്ടോ. ഭയങ്കര പൊതിയാണല്ലോ, ആനപ്പൊതിയാണല്ലോ. ഞാൻ ഒരുപാട് ദിവസമായിട്ട് ചോറൊന്നും കഴിക്കുന്നില്ല, പക്ഷേ ഇന്നത്തെ ദിവസം ചോറ് കഴിച്ചാൽ പറ്റുള്ളൂ. ചെറിയ മതിയാ? അങ്ങോട്ട് എന്തൊക്കെയാ സാധനങ്ങൾ? കരിമീൻ വറുത്തത്. രുചിക്കുള്ളേ ചമ്മന്തി മീൻ വറുത്ത മാത്രമേ ഉള്ളൂ, ഒഴിച്ചറിയൊന്നും ഇല്ല. ആണോ? മറന്നുപോയോ? നന്നായിട്ടുള്ളത്. ചോറ് കഴിക്കാല്ലേ ജി? കഴിക്കട്ടോ, നല്ല അപ്പം ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. അപ്പം ഞങ്ങളിത് മൂവാറ്റുപുഴ എത്തിയിട്ടത്. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ലിജി വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ കമ്പനിയുടെ പേരൊക്കെ കാണാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ ഫ്രണ്ടാണ് ലിജി. അപ്പുറത്താണോ? അപ്പുറത്തല്ലേ? അവിടെ പേരൊക്കെ ഉണ്ട് കേട്ടോ. ലിജി പണ്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയാ. അത് പേരുണ്ട്. അപ്പോൾ നമ്മളെ മൂവാറ്റുപുഴ ടൗണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ശരിക്കും ഇടുക്കിയിലോട്ട് കയറാൻ പോകണം കേട്ടോ. അതിന് മുന്നേ നമുക്കൊരു ഷോപ്പിൽ കയറണം. എവിടെയാ? പാലത്തിന് മുന്നേ കട ഉണ്ടോ? ഇവിടെ നല്ല ഇറത്തിക്കറിയാം കേട്ടോ. എനിക്ക് ഒരുപാട് കാലം ഇവിടെ ഉണ്ട്. ഗോൾഡ് 91 കിലോമീറ്റർ. അപ്പോൾ നമ്മളങ്ങനെ മൂവാറ്റുപുഴ ടൗണിലെത്തി കേട്ടോ. അങ്ങനെ നമ്മളിതേ കോതമംഗലം എത്തിയപ്പോഴേ നമ്മൾ ചാച്ചമ്മയ്ക്കും അമ്മച്ചിക്കും ക്രിസ്മസ് ഡ്രസ്സ് എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കോതമംഗലം എത്തിയപ്പോൾ നമ്മളുടെ ഷോപ്പിൽ കയറി കേട്ടോ. ആ ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് മേടിക്കാനുള്ള പൈസ ലിജി അമ്മയ്ക്ക് എടുത്ത് കൊടുക്കുകയാണ്. അവിടെ വന്നപ്പോൾ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. സർപ്രൈസ് എന്ന് വെച്ചാൽ ഈ ഡ്രസ്സൊന്നും അല്ല കേട്ടോ, ഒരുപാട് നല്ല കളക്ഷൻസുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു വലിയ സർപ്രൈസ് ആണ് കേട്ടോ. സാരിയൊക്കെ നല്ല നല്ല സാരികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചാച്ചിയമ്മയ്ക്ക് സാരിയും അമ്മച്ചിക്ക് ചുരിദാറും ഒക്കെ ആയിട്ട് എടുക്കാനാണ് പ്ലാന്. അങ്ങനത്തെ ഈ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ നമ്മുടെ ഫോളോവേഴ്സാണ്. അതായിരുന്നു ഏറ്റവും വലിയ സർപ്രൈസ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ അവരെല്ലാം നമ്മളെ മനസ്സിലായി. അങ്ങനെ നമ്മളോട് ഒരുപാട് സ്നേഹത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു കേട്ടോ. പിന്നെ ഇവരൊക്കെ ഈ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അകത്തു നിന്ന് ലിജിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ലിജിയെ അമ്മ കൊണ്ടത് കാണിക്കുക കേട്ടോ. കാണിക്കുമ്പോൾ ലിജിക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അവർ നോക്കുകയാണ്. അത്ര കെയറായിട്ട് ലിജിയുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നെ കേട്ടോ. വളരെ സ്നേഹമുള്ള ഒരുപാട് വരെ നമ്മളിങ്ങനെ കണ്ടുമുട്ടുമ്പോഴേ അതും വലിയൊരു സർപ്രൈസ് ആൻഡ് ഗിഫ്റ്റായിരുന്നു ഈ ക്രിസ്മസിന്. അങ്ങനെ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ കോതമംഗലത്ത് നേരെ ഇനി നേര്യമംഗലം പാലം കയറി വേണം നമ്മൾ ഇടുക്കി അടിമാലിയിലേക്ക് എല്ലാം. അടിമാലിയിൽ നിന്ന് രാജാക്കാട് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിട്ട് അതൊരു നല്ല കാഴ്ചയാണ്. മലനിരകളൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആ ഇടുക്കിയിലേക്ക് വന്നതിൻ്റെ ഒരു വൈബൊക്കെ. ഞങ്ങൾ അങ്ങ് കൊല്ലത്ത് തെക്കുന്നവരാണോ, അവിടെ മലയും കുന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്തരം മലയും അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ കൗതുകമാണ്. കണ്ടിരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടുക്കിയിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. പോകുന്ന വഴിക്കൊക്കെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. റോഡൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടു കേട്ടോ. ഇടുക്കിയിലേക്കുള്ള റോഡുകൾ അത്യാവശ്യം നല്ല വീതിയുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ ആയി. ഇന്ന് ദൂരെ കണ്ടാണ് നേര്യമംഗലം പാലം കേട്ടോ. ആ പാലം കയറി കഴിഞ്ഞാൽ തന്നെ നേര്യമംഗലം ഫോറസ്റ്റ് എത്തുകയാണ്. പിന്നെ കുറച്ച് ഫോറസ്റ്റിലൂടെ ഉള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ ഈ മുന്നിൽ കാണുന്നതാണ് നേര്യമംഗലം പാലം. കുറച്ച്
നേരായിട്ടുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ബസ്സൊക്കെ വന്ന് അന്ന് നിർത്തിയിട്ട് വേണം പിന്നെ വണ്ടി എടുക്കാനായിട്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ പാലത്തിൽ കൂടെ പോകണം കേട്ടോ. നേര്യമംഗലം പാലം ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ് കേട്ടോ. ആർച്ച് ബ്രിഡ്ജ് എന്നാണ് അതിന് അറിയപ്പെടുന്നത്. പിന്നെ നേര്യമംഗലം ഫോറസ്റ്റും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആനയൊക്കെ ഉള്ളൊരു കാടാണ് നേര്യമംഗലം ഫോറസ്റ്റ്. പിന്നീട് കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നാണ് കേട്ടോ നേര്യമംഗലത്തെ അറിയുന്നത്. ഒരുപാട് മഴ കിട്ടുന്ന കേരളത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് പ്ലേസാണ് നേര്യമംഗലം. ഈ നേര്യമംഗലം കാട്ടിനുള്ളിൽ തന്നെ കേട്ടോ ചീയപ്പാറ, വാളറ എന്ന 2 വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ വാളറ വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത്. ഇവിടെ അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കയറിയിട്ട് ഹൈറ്റുണ്ടോ, ആ ഒരു ഭാഗത്തുനിന്നാണ് ഇതിൻ്റെ ഉത്ഭവം കേട്ടോ. അവിടെ നിന്നാണ് ഈ വെള്ളച്ചാട്ടം ഉണ്ടായത്. ഇവിടെ വന്ന് ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പുറത്തൂടെ അത് അങ്ങ് താഴേക്ക് പോവാണ് കേട്ടോ. അവിടെ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. തിരക്കൊക്കെ കേട്ടോ, കാട്ടിലോട്ട് കയറി കാട്ടിനുള്ളിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. നല്ല തിരക്കൊക്കെ ആയി, വണ്ടികളൊക്കെ നല്ല തിരക്ക് ബ്ലോക്കാവുന്നത്. ഇന്നിപ്പോൾ നാളെയൊക്കെ ക്രിസ്മസിൻ്റെ അവധിയും കാര്യങ്ങളൊക്കെ ആയണ്ടേ തിരക്കാണ് കേട്ടോ. മൂന്നാറിലേക്ക് വണ്ടി കയറി പോണതാ. ലിജി കൊച്ചിൻ്റെ വീട് ആ റൂട്ടിൽ തന്നെയാണ്. ഇവിടുത്തെ ആഴം പൊന്നോ കണ്ടോ, ആ വെള്ളം താട്ട് ഇവിടെയാണ് വരുന്നത്. ഇവിടുത്തെ ഇങ്ങനെ ഇത് കാട്ടിലേക്ക് പോവാണ് കേട്ടോ. കൊടും കാടാണ് കേട്ടോ. ഈ കാട്ടിലേക്ക് ഇങ്ങനെ പോവാണ് ആ വെള്ളം. നല്ല അടിപൊളി കാഴ്ചയാണല്ലേ വേണ്ടേ. അപ്പോൾ ഓരോരുത്തർ ഫാമിലിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കൊല്ലത്തുനിന്നുള്ള വണ്ടികളാണ് കൂടുതൽ കേട്ടോ. ഇത് 25, ഇത് 26, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി 26 എന്നറിയാം കേട്ടോ. 26 കൊട്ടാരക്കരയാന്ന് തോന്നുന്നു. പിന്നെ എറണാകുളം വണ്ടികളുണ്ട്, ഒരുപാട് എറണാകുളം വണ്ടികൾ. പിന്നെ എറണാകുളത്താരി മൂന്നാറൊക്കെ കണ്ട് മടുത്താണ്. അപ്പോൾ അങ്ങനെ കേട്ടോ. അതേ ഇതുണ്ടോ, ഈ ഹൈറ്റിൽ നിന്നാണ് സാധനം വരുന്നത്. നമ്മൾ ഇനി അധികം ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ, നമ്മളങ്ങ് പോവാണ്. നമ്മളെപ്പോഴും ഇത് കാണുന്നത്. പിന്നെ നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കംഫർട്ട് സ്റ്റേഷനൊക്കെ കണ്ടോ, ഇതൊക്കെ നിൽക്കുന്നതൊക്കെ തൂണൊക്കെ കണ്ടിട്ടോ. ഇതൊരു താഴെ നിന്നാണത് ചെയ്തു വന്നിരിക്കുന്നത്. പിന്നെ ഇത് അവിടുത്തെ ഒരു മരം നോക്കെ, ആ മരത്തിൻ്റെ ഒരു ഹൈറ്റും ഒക്കെ ആ താഴേന്ന് വളർന്നിട്ട് വന്ന് ഈ ഹൈറ്റ് വരെ വന്നു കേട്ടോ. ഇതൊരു പന പോലത്തെ ഒരു മരമാണേ. പിന്നെ അങ്ങനെ ഒരുപാട് മരങ്ങൾ. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാണ് കേട്ടോ. ഇവിടെ അങ്ങനെ വീണ് കഴിഞ്ഞാലുള്ളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ചത്. മുടി പോലും ഉണ്ടാവില്ല കേട്ടോ ഇവിടുന്നൊക്കെ വീണ് കഴിഞ്ഞാൽ. ചില സമയം ഇവിടെ വരെ ഫുള്ള് കുരങ്ങന്മാരാണ് കേട്ടോ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഇങ്ങനത്തുള്ള സീഡ്സ് അങ്ങനത്തുള്ള അല്ല കഴിക്കുന്ന എന്തെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ തട്ടിപ്പറിച്ചിട്ടൊക്കെ പോകും കേട്ടോ. പണ്ട് നമ്മളൊരു വീഡിയോ ലിങ്ക്സ് എല്ലാം കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലല്ല, ഇതുവഴി വന്നിട്ടില്ല. അത് വേറൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇതുവഴി നമ്മളങ്ങനെ വന്നിട്ടേ ഇല്ല. അപ്പോൾ നല്ല തിരക്കൊക്കെ തുടങ്ങി വണ്ടിയുടെ. നമുക്കെന്തായാലും ക്രോസ് ചെയ്ത് പോയിട്ട് നമുക്ക് വണ്ടി എടുത്ത് പോകാം കേട്ടോ. രുചിക്കൊച്ച് കൂടെ ഉണ്ടായിട്ട് നമ്മൾ റിസ്ക് ഒന്നും എടുക്കത്തില്ല. അപ്പോൾ അതെ ട്രാൻസ്പോർട്ടൊക്കെ പോകുന്നുണ്ട്, കോതമംഗലം ട്രാൻസ്പോർട്ട്. പിന്നെ ഇവിടുത്തെ ഇങ്ങനത്തുള്ള കടകളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് ബൈനോക്കുലറൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് കാലത്ത് സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ സ്ഥിരം മേടിക്കുന്ന സാധനം ഈ ബൈനോക്കുലർ കേട്ടോ. വെറുതെ ഒരു കാര്യമില്ല, ഇതിങ്ങനെ നോക്കും. ചെറിയ ലെൻസൊക്കെ ഉണ്ട്. ഷട്ടർ ഇട്ടാണോ സൗണ്ട് കേട്ടെ. പിന്നെ പണ്ടൊക്കെ ഉള്ളവർ അതൊരു ചെറിയ ടോയാണ് കേട്ടോ. നിൽക്കുന്നത് കീ കൊടുക്കുമ്പോൾ കറങ്ങുന്നതാണെന്ന് തോന്നുന്നു. ലൈറ്റൊക്കെ കത്തിട്ട് കറങ്ങുന്ന സാധനം ടോയ് ആണെന്ന് കേട്ടോ. ഈ ടോയ്കളാണ്. പിന്നെ ഒരുപാട് ടോയ് ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. കളിപ്പാട്ടങ്ങളാണ് കൂടുതൽ. അങ്ങനെ നമ്മൾ നേര്യമംഗലം ഫോറസ്റ്റും ഒക്കെ കടന്ന് വളരെ ചീയപ്പാറ വാട്ടർഫോളെല്ലാം കണ്ട് അങ്ങനെ നേരെ വന്നപ്പോഴാണ് കേട്ടോ ആടിമാലി എത്തിയപ്പോഴാണ് നല്ല ഈ ക്രിസ്മസ് കരോളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്കെല്ലാം ക്രിസ്മസ് കരോളും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്ന സംഭവം.
അങ്ങനെ നമ്മൾ അടിമാലിയും കഴിഞ്ഞ് നേരെ ഇനി നമ്മുടെ രാജാക്കാട് ലക്ഷ്യമാക്കി പോകട്ടോ. രാജാക്കാട് നിന്ന് പിന്നെ മാങ്ങാത്തൊട്ടി കേട്ടോ. ഇനി മെയിൻ സ്പോട്ട് രാജാക്കാടാണെങ്കിൽ വെള്ളത്തൂലൊക്കെ ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. നമ്മളിത് പാല് മേടിച്ച് കുറച്ച് സ്നാക്സ് മേടിച്ചോട്ടോ. അപ്പം അവിടെ കുട്ടികളാരും ഇല്ലെങ്കിലും നമ്മൾ ചെല്ലാതെ ഇവിടെ രാജാക്കാട് എന്നുള്ളൊരു ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ട്രാൻസ്പോർട്ട് ബസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയാവുന്നു. അങ്ങനെ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഇപ്പം നല്ല തണുത്ത കണ്ടീഷനാണ്. ക്ലൈമറ്റ് ഇനിയിപ്പോൾ ചെക്ക് ചെയ്തിട്ട് പറയാം. അപ്പോൾ ലിജി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ലിജിയുടെ മാങ്ങാത്തൊട്ടി സിറ്റിയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇവിടെ ഫുഡ് എന്താണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് അടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അടിക്കാതൊന്നും വേണ്ട കേട്ടോ. എനിക്ക് ഫുഡ് അടിക്കണം വയ്യ. മാങ്ങാത്തൊട്ടി എന്തായിരിക്കും ലിജി മാങ്ങാത്തൊട്ടി എന്നുള്ള പേര്? അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കേട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. പുറത്തിറങ്ങുമ്പോൾ നല്ല അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. ചിൽ മൂട്ടാണ്. ശ്രീകുട്ട എണീറ്റോ? ശ്രീകുട്ട ഉറക്കമൊക്കെ എണീറ്റിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് കേട്ടോ. വേട്ടോ ഇതാണ് ലിജി കൊച്ചിൻ്റെ മാങ്ങാത്തൊട്ടി സിറ്റി. ഇത് അടുത്ത് താഴെ കേട്ടോ. 50 മീറ്റർ ഉണ്ടാവും വീട്ടിലേക്ക്. ആ ലിജി ലിജി ക്ഷീണിച്ചില്ലേ? അങ്ങനെ ഡ്രസ്സ് മാറിയില്ലേ? വീഡിയോ എടുക്കണോ ചോദിക്കണ്ടേ? കുരുമ്പേലി വീട്ടിൽ പോകുന്ന വഴിയ ഞങ്ങളെല്ലാം സെലിബ്രിറ്റീസ് അല്ലേ? മാങ്ങാത്തിന്റെ കുരുമ്പേലി കുരുമ്പേലി വീട്ടിൽ പോകുന്ന വഴി അതെന്ന് പറഞ്ഞു പറയാലോ. ഇവിടെ ഇറങ്ങിക്കോ. കൊല്ലക്കാരെ പിള്ളേരെ കാണുന്ന കൊല്ല സ്റ്റൈലില് ഇതിവിടെ ഉള്ളവരാ കൊല്ലംകാര് അതുകൊണ്ട് ഞങ്ങള് കപ്പ കഴിച്ചു തീർന്നു. എനിക്ക് അന്നേരം അറിയാം. നിങ്ങള് മന്തി കഴിച്ചുകൊണ്ടായിരുന്നു. ഞങ്ങള് കഴിച്ചത് ബാക്കി വെച്ചോ? എവിടാ വെച്ചേ? അത് മതി. ഇറങ്ങിയൊന്നും പോത്തില്ല. ഞങ്ങള് വീട്ടിലെത്തി. അവര് കഴിച്ച അത് തന്നെ. നിങ്ങൾ കഴിച്ചാൽ തീരുന്നത്ര കപ്പ ഉള്ളോ ഇവിടെ? ഇല്ല, ഞങ്ങള് വേറെ കപ്പ മേടിച്ച് വെക്കോന്ന് പറഞ്ഞു. മന്തി കഴിക്കാൻ കയറി അവര് താമസിക്കൂന്ന് പറഞ്ഞു. ഞങ്ങള് വിചാരിച്ചു മന്തി കഴിക്കാൻ കയറിയെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് വന്നാൽ മതിയായിരുന്നു. ഇവിടെ അവൻ ഇറങ്ങാതെ കാത്തിരിക്കുന്നു. മന്തി ആര് സേവനോ? ഇറങ്ങിപ്പാ. ഞങ്ങള് എത്തി. നല്ല തണുപ്പ്, അടിപൊളി, നല്ല തണുത്ത മൂടാണ് കേട്ടോ. നല്ലൊരു തണുപ്പുണ്ട്. ഇറക്കി വീൽ ചെയർ ഇറക്കി. ഓ ലിജി മടുത്താണ്. അങ്ങനെ ഞങ്ങള് വീട്ടിൽ വന്നു. ഞങ്ങള് നേരത്തെ വന്നു. ഇവരത് അച്ഛമ്മ എന്ത് ജോലി ചെയ്യുന്നേ? വിശ്രമിക്കനി. ഇനി ജോലിക്കൊന്നും പോകണ്ട. അല്ല വീട്ടിലെ ജോലിയല്ല, തൊഴിലുറപ്പിന് പോകത്തില്ലയോ? അനി പോണ്ട. കായുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. ഡ്രസ് മാറുന്നത് കൈക്ക്. നാളെ കേക്ക് കുറിക്കുന്നേ? 12 മണിക്കല്ലേ? കേക്കൊക്കെ റെഡി ആട്ടോ. 12 മണിക്ക് പടക്കം പൊട്ടിക്കാം. ഇന്നോ? ആ പടക്കം ഇല്ല. അല്ല ഇത് പൂത്തിനെത്തിക്കാം. പടക്കത്തെ ചിലപ്പോ തണുത്തോ നാളെ ആകുമ്പോഴത്തേനും. ഞങ്ങള് വീട്ടിലെത്തി. ചാച്ചയമ്മ കേട്ടോ, അമ്മച്ചിയുടെ ചേച്ചിയുണ്ട്, നേരെ കേട്ടോ. ഈ ചാച്ചയമ്മയുടെ ഗിഫ്റ്റ് കൊടുക്കണേ. എന്താ സാധനമൊക്കെ? ചാച്ചയമ്മക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ്. ചാച്ചയമ്മയുടെ ബർത്ത്ഡേ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. കൊച്ചുമാടെ സമ്മാനാണ്. ചുമ്മാരിക്കട്ടെ, ഒരു സന്തോഷല്ലേ? അതെ, ക്രിസ്മസ് സമ്മാനാണ് കേട്ടോ.
ക്രിസ്മസ് അപ്പൂപ്പനാന്ന് കരുതിയായി. അടിപൊളിയാണല്ലോ. അമ്മക്ക് വേണ്ടെങ്കിൽ ഞാൻ തരാം. ഇനി അടുത്തത് ലിജിയുടെ കേട്ടോ. ലിജിക്ക് തരണോ? ഗിഫ്റ്റ് തരട്ടോ? ചാച്ചമ്മക്ക് ചുരിദാർ എടുത്താട്ടോ. ചുരിദാറൊന്നും വേണ്ട. ചുരിദാർ ഇട്ടോ ചാച്ചമ്മക്ക് ചുരിദാറാ. ഇതവര് രായഘട്ടൊന്നും താമസിച്ചത് വെറുതെ അല്ല. ഇല്ല, ഞങ്ങളിത് കോട്ടയത്ത് മേടിച്ച, കോതമം കലത്ത് മേടിച്ച. അവിടെ ചേപ്പാ ലിജിയുടെ ഫോളോവേഴ്സാ ഫുള്ളില്ല ചേച്ചിയാര്. ഡിസ്കൗണ്ട് ഒന്നും തന്നിട്ടുണ്ടോ? അത് കത്ത് എടുത്തിട്ട് പൊട്ടിക്കണം. അയ്യോ, ഞാൻ വണ്ടിയുടെ താക്കോൽ. ആ ബാഗിലുണ്ട്. നാളെ പള്ളിയിൽ എടുക്കാനാ. എന്റെ എന്തോരം സാരി അടിക്കണം, എന്തിനു മേടിക്കണം. സന്തോഷല്ലേ? ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാം. ഇത് ബ്ലൗസ് അങ്ങനത്തെ തയ്ക്കണത് പ്രത്യേകിച്ച് അതിനകത്ത് ബ്ലൗസിന്റെ അതിനകത്ത് വിത്ത് ബ്ലൗസ് സാരി സൈസില്ല. നല്ല കനക്കുറവുള്ള നല്ല രസമാണ്. എങ്ങനെ സാരിയാ? കനക്കുറവ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ടിരിക്കും. ഇനി ഫുഡ് കഴിക്കാം. നാളെ ഫുഡ് കഴിക്കാം. അച്ഛന് കഴിക്കാൻ കൊടുക്കും. കഴിച്ചില്ലേ? ഞാൻ കുളിച്ചിട്ട് അത് കഴിക്കാം കേട്ടോ. ഓക്കെ, വരാട്ടോ. സൂപ്പർ.